ഹലോ ഡിയേഴ്സ്, അപ്പോൾ കുഞ്ഞുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് പിറ്റേ ദിവസം നമ്മൾ റെഡി ആയിട്ട് കുഞ്ഞുട്ടൻ്റെ ഫോട്ടോ ഷൂട്ടിന് വേണ്ടി പോവുകയാണ് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി, ഒരു 7 മണിക്ക് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് നമ്മളുടെ കാസർഗോഡ് തന്നെ കാപ്പിൽക്കൊടിയിലാണ്. അപ്പോൾ ഇതാ കുഞ്ഞുട്ടൻ്റെ ബുള്ളറ്റും പിന്നെ മറ്റേ കാർബൺ ബലൂൺസും അത്രയെന്നൊക്കെ എഴുതിയിട്ടുള്ള ബലൂൺസും അങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവരെ ഫോട്ടോയിൽ പിടിച്ചു നിർത്താന്നുള്ളത് ഭയങ്കര ടാസ്ക് തന്നെയാണ്. പിന്നെ രാവിലെ നമ്മൾ ആ കാപ്പിൽക്കൊടിയിൽ എത്തിയത് കൊണ്ട് തന്നെ നല്ല വ്യൂ ആണ് കേട്ടോ. എന്ത് രസമാണെന്ന് പറയുന്നത്, നല്ല തണുപ്പും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ ഫുള്ള് ശ്രീചോട്ടനായിരുന്നു എൻ്റെ പിന്നാലെ ഓടിയതും എല്ലാം ശ്രീചോട്ടനായിരുന്നു. കാരണം ഞാനൊരു സ്ഥലത്ത് ഇരുന്ന് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയായിരുന്നു. എനിക്ക് വയ്യ ഇവൻ്റെ ഒന്നിച്ച് ഓടാൻ വേണ്ടിയിട്ട്. ആക്ച്വലി കുഞ്ഞുട്ടൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 22-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ 20-ാം തീയതി ആയിരുന്നു നമ്മൾ ഓൾഡ് ഏജ് ഹോമിൽ ഫുഡ് കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അന്ന് ഒരു ദിവസം ഫുൾ അതിന് വേണ്ടി തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 21-ാം തീയതിയാണ് നമ്മൾ ഈ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെപ്റ്റംബർ 22-ാം തീയതി ആയിരുന്നു നവരാത്രി സ്റ്റാർട്ടിങ് ആയിട്ടുണ്ടായിരുന്ന ദിവസം. അപ്പോൾ അന്ന് തന്നെയായിരുന്നു കുഞ്ഞുട്ടൻ്റെ ബർത്ത്ഡേയും. ഞാനും ശ്രീജോട്ടനും പ്ലാൻ ചെയ്തു നമുക്ക് കൊല്ലൂർ പോവാം, അവിടെ നിന്ന് തന്നെ എഴുതിക്കാം, നവരാത്രിയുടെ അന്ന് തന്നെ കിട്ടിയാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പോവാന്നായിരുന്നു. അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇത് ഹോട്ടലിൽ പോയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മളിതാ കസിൻസൊക്കെ ആയിട്ടാണ് പോകുന്നത്. കൊല്ലൂർ പോവാണ് കേട്ടോ. അപ്പൊ മോന് കുറേ സമയം ഓടിച്ചാടി കളിച്ചോണ്ടിരുന്നു കാറില്. പിന്നെ ആൾ ഉറങ്ങിട്ടോ. ഭയങ്കര രസമായിരുന്നു കസിൻസിന്റെ ഒന്നിച്ച് ഇങ്ങനെ പോവാൻ. നല്ല അടിപൊളിയായിരുന്നു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പാട്ട് പാടിക്കൊണ്ടും പിന്നെ ചില കഥകൾ പറഞ്ഞുകൊണ്ടും ഇതൊക്കെ ഭയങ്കര. പിന്നെ നമ്മള് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. പൊറോട്ടയും പിന്നെ ഗ്രീൻ പീസ് കറിയും പിന്നെ ഞാൻ നമ്മളുടെ പാനിപൂരി ഉണ്ടല്ലോ അതൊക്കെ ട്രൈ ചെയ്യാണ്. സത്യം പറഞ്ഞാൽ ചിരിപ്പിച്ച് കൊല്ലുകയാണ് കേട്ടോ. ഞാനിങ്ങനെ മണിയേട്ടൻ പാനിപൂരി കഴിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ ചിരിച്ചത്. എന്നിട്ട് ഞാൻ വായിൽ വെക്കുന്ന കണ്ടിട്ട് അവരൊക്കെ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ വയറ് നിറച്ചും ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരുപാട് ട്രാവൽ ചെയ്യാനുണ്ടല്ലോ, അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഐസ്ക്രീമും കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ ഇന്ദ്രപ്രസ്ഥ. ഒരു മൂവിയുടെ പേരുണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു പേര് വരുന്ന ഇന്ദ്രപ്രസ്ഥ. കാറിൽ വരുന്ന സമയത്ത് തന്നെ 2-3 ഹോട്ടൽസിന്റെ പേര് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ശ്രീജോടിന് ആ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഒരു നായനെ കണ്ടിട്ട് അതിന് ബിസ്ക്കറ്റൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അച്ഛനെ പോലെ തന്നെ കുഞ്ഞൂട്ടനും തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. രാത്രി ഒരു 7:30 ആകുമ്പോൾ തന്നെ നമ്മള് മൂകാംബിക അവിടെ കൊല്ലൂർ എത്തി കേട്ടോ. എന്നിട്ട് റൂമൊക്കെ നോക്കി, റൂമൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ നമ്മള് താഴെ പോയിട്ട് അത് ഓക്കെ പറയണല്ലോ. അങ്ങനെ ശ്രീജോടിനും അരുണേട്ടനും കൂടിയിട്ട് അത് ഓക്കെയാണ്, റൂം ഓക്കെയാണ്, അങ്ങനെ അഡ്വാൻസും കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ. ശ്രീജോടിന് നല്ല രീതിക്ക് ചിരിക്കണമെന്നുണ്ട്, അതേപോലെ തന്നെ എന്തെങ്കിലും പറയണമെന്നുണ്ട് എന്നെ. പക്ഷെങ്കിലും ഞാൻ വീഡിയോ ഓണാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ആളൊന്നും മിണ്ടാതെ ഇങ്ങനെ സഹിച്ചു പിടിച്ചിരിക്കുന്നത്. ഒരുപാട് രസകരങ്ങളായ നിമിഷങ്ങളായിരുന്നു കേട്ടോ നമ്മളുടെ കൊല്ലൂർ യാത്രയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതാ ഇവരിങ്ങനെ താഴോട്ട് പോവാണ്. അപ്പോ അതിന്റെ ഇടയിൽ ഞാനും മണിയേട്ടനും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റൂമൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് അതിന്റെ പുറത്താണ്. ഇതാണ് നമ്മളുടെ റൂം. അപ്പോൾ 2 കട്ടിലാണ് ഉള്ളത്. അപ്പുറത്താണ് കേട്ടോ മണിയേട്ടൻ്റെ റൂം. അത് ഞാൻ കാണിച്ചു തരാം. ഒരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല നീറ്റൊക്കെ ഉള്ള നല്ല റൂമാണ്. ഇത് മണിയേട്ടൻ്റെ അവരുടെ റൂമാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് പുറത്തൊക്കെ ഇറങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രഷോ പേസ്റ്റോ സോപ്പോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഒരു ദിവസത്തേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാം പുറത്തുനിന്ന് വാങ്ങാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുൾ ഇങ്ങനെ നോക്കി പോവാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന്റെ ബാക്ക് സൈഡിലോട്ട് പോയി. അവിടെ കുറച്ച് സമയം ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുറച്ച് ടൈം നോക്കി നിന്നു. അപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇരുന്നിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ അമ്പലത്തിൽ തന്നെ ചോറുണ്ടായിരുന്നു. നല്ല ചോറും പിന്നെ രസവും പിന്നെ വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിച്ചു. അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുഞ്ഞുട്ടൻ കുറച്ച് ടോയ്സ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണം നമ്മൾ വാങ്ങിച്ചു
കൊടുത്തു. ഒരു JCBയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, മുണ്ടൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ മുണ്ടൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു അവിടെ നിന്ന്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയി. കാരണം നാളെ പിറ്റേ ദിവസം രാവിലെ എണീക്കേണ്ടതാണ്, മോനെ എഴുത്തിനിരുത്തേണ്ടതാണ്. അപ്പോൾ എഴുത്തിനിരുത്തുന്ന വീഡിയോ ഞാൻ ഇതിൽ തന്നെ ആഡ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ വീഡിയോ നല്ലോണം ലെങ്ത് ആയി പോകും. അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതാണ് കേട്ടോ. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.